ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? ജനങ്ങളുടെ ആധിപത്യം. ഞാനും നിങ്ങളും എല്ലാവരും അടങ്ങിയ ജനസമൂഹത്തിൻ്റെ ആധിപത്യം, ആധിപത്യം. അതെങ്ങനെയാണ് പൂർണ്ണമാകുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാവുക. അല്ലേ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയല്ലേ ഈ ജനങ്ങളുടെ ആധിപത്യം ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ അത് ജനാധിപത്യമാവും. ചില ജനപ്രതിനിധികൾ ഈ ജനാധിപത്യം പൂർണ്ണമാക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ പൂർണ്ണം ആക്കണില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒക്കെ സ്വാർത്ഥരാണ്, എല്ലാവരും സ്വാർത്ഥരാണ്, അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ജനപ്രതിനിധി എന്തിനാണ് എന്നുള്ള ബോധം ജനങ്ങൾക്കുണ്ടാകുമ്പോഴാണ് ജനാധിപത്യം പുലരുക. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി നമ്മളെ സേവിക്കാനുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാവുക. പക്ഷെ അത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജനാധിപത്യം ഉണ്ടാവുക? ഈ ജനപ്രതിനിധിനെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോഴല്ലേ ഉള്ളൂ ജനാധിപത്യം ഉണ്ടാവുക. അതല്ലെങ്കിൽ ആധിപത്യം ഉണ്ടാവില്ല. അത് ജനപ്രതിനിധി ആധിപത്യം ഉണ്ടാവുള്ളൂ. ജനപ്രതിനിധി ആധിപത്യമല്ല നമുക്ക് വേണ്ടത്, ആധിപത്യമാണ് വേണ്ടത്. ജനാധിപത്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശ്രമിക്കണം. ജനങ്ങൾക്ക് ബോധം വേണം. ജനങ്ങൾക്ക് ബോധം ഉണ്ടായാലുള്ളൂ ജനാധിപത്യം ഉണ്ടാക്കുക. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് എന്താ ജനാധിപത്യം ഇല്ലാത്തതെന്നൊക്കെ ചോദ്യം വരും. അത് ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിൽ ജനങ്ങൾക്ക് വരുന്ന വീഴ്ചയാണ് ജനാധിപത്യം ഇല്ലാതിരിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ജനപ്രതിനിധിനെയാണ്. അത് തിരഞ്ഞെടുക്കാത്തോടത്തോളം കാലം ജനാധിപത്യം ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് വേണ്ടത് ജനാധിപത്യമാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ജനപ്രതിനിധിനെയാണ്, അല്ലാണ്ട് ജനപ്രതിനിധി ആധിപത്യമല്ല. ജനപ്രതിനിധി ആധിപത്യം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന് യോഗ്യരായ ആളുകളില്ലാന്നർത്ഥം. ഇത്രയും നല്ലൊരു ഐശ്വര്യം ജനങ്ങൾക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയലാണ് ആദ്യത്തെ ആധിപത്യം. അല്ല, ആദ്യത്തെ പ്രശ്നം ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, സമൂഹത്തിന് മനസ്സിലാവുന്നില്ല എന്തിനാണ് ജനാധിപത്യം എന്നുള്ളത്. അത് മനസ്സിലാകുന്ന ഒരു കാലം വരുമ്പോഴേക്കും നമ്മളൊക്കെ ചത്തുപോകുന്ന തോന്നുന്നു, സമയമാവും. ഭൂരിപക്ഷം ആൾക്കാരാണ് ശരി എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായമില്ല. ഭൂരിപക്ഷങ്ങളൊന്നും ശരിയായിക്കൊള്ളുന്നില്ല. നമ്മൾ കാണുന്ന ഇതൊക്കെ സത്യമാണോ? കാഴ്ച അത് സത്യമാണോ? അല്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഭൂമി 1500 കിലോമീറ്റർ വേഗത്തിൽ സ്വയം കറങ്ങണം. നമുക്കിവിടെ നിൽക്കുമ്പോൾ നിശ്ചലനായിട്ടാണ് തോന്നുന്നത്, അല്ലേ? 5000 കിലോമീറ്റർ വേഗത്തിൽ ഈ ഗാലക്സിനെ കറങ്ങണം, നമുക്കിത് നിശ്ചലമായിട്ടാണ് തോന്നുന്നത്. അതേപോലെ ഈ ഗാലക്സിനെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ ഈ സൗരയൂഥം കറങ്ങണം, നമ്മളെപ്പോഴും നിശ്ചലമായിട്ട് നിൽക്കണം. അപ്പോൾ നമ്മളുടെ അനുഭവങ്ങളൊന്നും സത്യമായിക്കൊള്ളുന്നില്ല, നമുക്ക് മനസ്സിലാകുന്നതും സത്യമല്ല. രാവിലെ സൂര്യൻ അങ്ങോട്ട് പോകണു, നേരം പുറക്കുമ്പോൾ തിരിച്ചു വരുന്നു, ഇത് നമുക്കറിയുള്ളൂ. യാഥാർത്ഥ്യതാണ്.
സൂര്യൻ പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ യാഥാർത്ഥ്യങ്ങളൊന്ന്, നമ്മളെ അനുഭവങ്ങൾ വേറെയാണ്, അനുഭവങ്ങൾ തെറ്റാണ്. അനുഭവങ്ങളോ ഞാൻ അറിഞ്ഞതാണ്, ഞാൻ കണ്ടതാണ്, എൻ്റെ അറിവാണ്, അതൊക്കെ പറയുന്നത് പൊട്ടത്തരാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു നിശ്ചിത ഒരു പരിമിതി ഉണ്ട്. ആ പരിമിതിയിലുള്ളതേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നിശ്ചലമായിട്ട് ഇവിടെ നിൽക്കുമ്പോഴും ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മേലെയാണ് നമ്മൾ നിൽക്കണമെന്ന് നമുക്കറിയില്ല, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇല്ല. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ ദിവസം വയസ്സാകുന്നുണ്ട്, നമ്മളറിയുന്നുണ്ടോ? ഓരോ ദിവസം വയസ്സാകുന്നുണ്ട്, അത് പരിണാമമാണ്. 36,500 ദിവസമാണ് ഒരു മനുഷ്യൻ 100 കൊല്ലം വരെ ജീവിച്ചുണ്ടാവുക അയാൾക്കുള്ളത്. അപ്പോൾ അയാൾ ഒരു 50 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര ദിവസം ഉണ്ടാവും? 36,500. ഇനിയിപ്പോൾ ഒരു 100 കൊല്ലത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ അറിവ്, നമ്മളെ കാഴ്ചപ്പാട്, നമ്മൾ കണ്ടതൊന്നും സത്യമാവില്ല. നമ്മളെ അനുഭവങ്ങൾ സത്യമാവില്ല. ഇതൊന്നും സത്യമില്ല. അനുഭവങ്ങളല്ല സത്യം, അതിൻ്റെ അപ്പുറത്തൊരു അറിവുണ്ട്. അത് നമ്മൾ തെരഞ്ഞു പോയാൽ കാണും. എല്ലാവർക്കും കാണും, നിങ്ങൾക്ക് കാണും, എനിക്കും കാണും, എല്ലാവർക്കും കാണും. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ എന്താ പറയണത്, നമ്മളേതായാലും ഒരു തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം? കഴിയണം. ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജീവിതകാലം മുഴുവൻ എൻ്റെ പിതാവ് അങ്ങനെ ചെയ്ത്, മാതാവ് അങ്ങനെ ചെയ്ത്, കുടുംബം അങ്ങനെ ചെയ്ത്, പാരമ്പര്യം അങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞ വോട്ട് ചെയ്യാതിരിക്കുക. അത് മോശമാണ്. അതുപോലെ മോശം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ പിതാവിൻ്റെ കാലത്ത് അയാളൊരു ജനപ്രതിനിധിയാകാനുള്ള യോഗ്യത ഉള്ള ഒരാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ കാര്യം പറഞ്ഞിട്ട് ഇന്ന് വോട്ട് ചെയ്യണം അയാൾക്ക്? അതിൻ്റെ ആവശ്യമില്ല. എന്താ അതിൻ്റെ ആവശ്യം? വോട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇന്ന് ആരാണോ ശരി, നാളെ ആരാണോ നമ്മളെ ശരീനെ കൂടുതൽ ശരിയാക്കുന്നത് അയാൾക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ നിങ്ങളെ പിതാവ് വോട്ട് ചെയ്തതിൻ്റെ എതിരായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാഴ്ചപ്പാടിനനുസരിച്ച് ഇന്ന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പൈസ തരുന്ന എനിക്ക് വോട്ട് കൊടുക്കരുത്. പൈസ തരുന്നവൻ കള്ളനാണ്. പൈസ തന്നിട്ട് വോട്ട് ചെയ്യണവൻ കള്ളനാണ്. ഓനിപ്പോൾ ഈ പൈസ ഇവിടുന്ന് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് പൈസ തന്നിട്ട് വോട്ട് ചെയ്തിട്ട് ഈ പൈസ തിരിച്ചിപ്പോൾ അയാൾക്ക് കിട്ടണ്ടേ? അത് എവിടുന്ന് ഉണ്ടാക്കും? അപ്പോൾ ഞാൻ കട്ടുണ്ടാക്കിക്കോളാം, ഞാൻ തട്ടിപ്പറിച്ച് ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ വെച്ചോളി, നിങ്ങളെ വോട്ടിപ്പോൾ എനിക്ക് എരിയുന്നല്ലേ ഇപ്പം അതിൻ്റെ അർത്ഥം ആണോ? അപ്പം അങ്ങനെയുള്ളൂ എനിക്ക് വോട്ട് ചെയ്യരുത്. പൈസ തരണോ? ഈ പൈസ എവിടുന്ന് ഉണ്ടാക്കും? അധ്വാനിച്ചാൽ മാത്രമല്ലല്ലോ, നമ്മളൊരു ഒരു ജോലി ചെയ്താൽ കിട്ടണതാണല്ലോ പൈസ. അപ്പോൾ ഈ ഒരു മെമ്പറായി കഴിഞ്ഞപ്പോൾ എന്താ കിട്ടുക? അപ്പോൾ അയാൾക്കൊരു കൂലി 1,500 റുപ്യ, അല്ലെങ്കിൽ 2,000 റുപ്യ, അല്ലെങ്കിൽ 5,000 റുപ്യ, അല്ലെങ്കിൽ 10,000 റുപ്യ. ഈ 10,000 റുപ്യ ശമ്പളക്കാരൻ നിങ്ങൾക്ക് 1,000 റുപ്യ തരുന്നുണ്ടെങ്കിൽ അയാൾ കള്ളനാണ്. അയാൾക്ക് വോട്ട് ചെയ്യരുത്. അയാൾക്ക് നിങ്ങൾ പൈസ വാങ്ങിക്കോളി, വോട്ട് ചെയ്യരുത്. അത് നിങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന ക്രൂരതയാണ്. നിങ്ങളെ മക്കളോട്, നിങ്ങളെ സമൂഹത്തിനോട് ചെയ്യുന്ന തെറ്റാണ്. അതൊരു സാമൂഹിക
പ്രതിബദ്ധത ഇല്ലാത്തവരുടെ ലക്ഷണമാണ്. അത് ഇന്ന് നിങ്ങൾ പൈസ വാങ്ങിയാലും അതിനുള്ളത് നിങ്ങളെ മക്കൾ അനുഭവിക്കും. അത് ഉറപ്പ്. നിങ്ങൾ ഇന്ന് പൈസ വാങ്ങിയാലും ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളെ മക്കൾക്ക് അനുഭവിക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ ഒരു 1000 വാങ്ങാം, ആ മക്കൾ ഒരു 10,000-ൻ്റെ 10,000-ൻ്റെ അല്ല, ഒരു അനുഭവിക്കേണ്ടി വരും. യഥാർത്ഥം സത്യം നിങ്ങൾക്ക് എവിടെയാണോ തോന്നുന്നത് അവിടെ നിന്ന് നോക്കില്ല. ആർക്കും ആണെങ്കിലും ചെയ്തോളൂ. ഒരാൾക്ക് ചെയ്യണമെന്ന് പറയില്ല. നിങ്ങളെ ശരി, അത് നിങ്ങളെ ശരിയാണ്. പക്ഷേ പാരമ്പര്യത്തിന് കൂട്ടുകൊടുക്കരുത്, പൈസക്ക് കൂട്ടുകൊടുക്കരുത്. അതിനുള്ള ശിക്ഷ നിങ്ങൾക്കുണ്ടാവും. നിൽക്കുന്നല്ല, നിങ്ങൾ മാത്രമല്ല, അത് നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും. മാറ്റിക്കുത്തണം. എന്തിനാ മാറ്റിക്കുത്തായിരിക്കണം? ഇവരൊന്നും നമുക്ക് ചിലവിന് തരുന്നൊന്നുമില്ലല്ലോ. ഇവർക്ക് കൈക്കൂലി കൊടുക്കണ്ടേ? എന്തെങ്കിലും ഒരു ആവശ്യം നടക്കണമെങ്കിൽ നിങ്ങൾ കൈക്കൂലി കൊടുക്കാതെ നിങ്ങൾക്ക് നടത്തി കിട്ടുമോ? ഇല്ല. ഇവരൊക്കെ വാങ്ങും, എല്ലാവരും വാങ്ങും. ഇപ്പം എൻ്റെ കയ്യിലോ മുടങ്ങി, എൻ്റെ കയ്യിലോ മുടങ്ങിയത് എൻ്റെ കയ്യിലോ മുടങ്ങി 10,000 കൊടുക്കാത്തുണ്ടാവും. 10,000 കൊടുത്തിട്ടാണ് എനിക്ക് കയ്യിലോ കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ മുടങ്ങും. കൈക്കൂലിയാണ് കൊടുക്കണം. ഞാൻ കൈക്കൂലി കൊടുക്കട്ടോ. സമൂഹത്തിൽ കൈക്കൂലിക്കാരായി മാറി. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഇനിയൊന്നും ചെയ്യാനില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ട് അടുത്ത സമൂഹത്തിന് ദുരിതം കമ്മിയാക്കി വരിക. അത്രേ ഉള്ളൂ വഴി. ഒരാൾക്ക് നൊസ്റ്റാൾജിയൻ്റെ പേരിൽ, കുടുംബ പാരമ്പര്യത്തിൻ്റെ പേരിൽ പൈസക്ക് വോട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നണതിൽ വോട്ട് ചെയ്യുക. വ്യക്തിത്വമുള്ള മനുഷ്യനാകുക, അതാണ് ചെയ്യേണ്ടത്. ഭൂരിപക്ഷ ആൾക്കാരും മാറേണ്ടതുണ്ട്. സമൂഹം മാറണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമാണ്. നിങ്ങളൊക്കെ മാറണം, എല്ലാവരും മാറണം. കുത്തണം, മാറി ഒന്നിലും ഉറച്ചു നിൽക്കരുത്. എന്തിനാ ഉറച്ചു നിൽക്കണം? ഇപ്പം ശരിയല്ലെങ്കിൽ അടുത്തൊന്ന് കുത്തുക, അടുത്തും ശരിയില്ലെങ്കിൽ ഇപ്പിന് കുത്തുക. അങ്ങനെ ആളെ നോക്കി കുത്തണം. കുത്തിക്കളി കുത്തൂലേ? കുത്തണം. ശരി.